നമ്മൾ ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, SBI ഇതുമായിട്ടെല്ലാം ടൈപ്പ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കപ്പെടും. ഹലോ ഹായ്, പുതിയ വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു അടിപൊളി വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇനിയിപ്പോൾ ലോൺ സൗകര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇവരിവിടെ നൽകുന്നുണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്ന പാരാമൗണ്ട് ഹോംസ് ആണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ വീട് നേരിട്ട് വന്ന് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒപ്പം ഇവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നൽകിയേക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് നേരിട്ട് നമുക്ക് ചോദിച്ച കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇനിയിപ്പോൾ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പൊതുവേ അറിയേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം എത്തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം വന്നിട്ടുള്ളത്, ഏതൊക്കെ മെറ്റീരിയലാണ് ഇതിന് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ പാരാമൗണ്ട്സിൻ്റെ ആളിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഒപ്പം നമുക്ക് വീണ്ടും ബാക്കിയുള്ള വിശേഷങ്ങളും കാണാം കേട്ടോ. സാറേ നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് മാത്യു, പാരാമൗണ്ട് ഹോംസ്. ഞാനൊരു 8 വർഷമായിട്ട് ബിൽഡിംഗ് പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു 8ാമത്തെ പ്രൊജക്റ്റാണ്. ഈ ഫ്ലോട്ടിൽ തന്നെ 5ാമത്തെ വീടാണ് ഈ ഫ്ലോട്ടിൽ തന്നെ. ഇതിന് മുമ്പ് പത്തനംതിട്ടയായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടുന്ന് 8 കിലോമീറ്റർ പോയാൽ ബിലിവേഴ്സിൻ്റെ ഹോസ്പിറ്റല്, സ്കൂള്, പിന്നെ അടുത്താണ് മുത്തൂറ്റ് ഹോസ്പിറ്റലുണ്ട്. 2 കിലോമീറ്റർ പള്ളി, അമ്പലമൊക്കെ ഒരു കിലോമീറ്റർ 100 മീറ്റർ 1 കിലോമീറ്ററിനകം എല്ലാ പള്ളികളും അമ്പലങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. വഴിയാണെങ്കിലും ടാർട്ടർ റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടേജ്. അകത്തോട്ടുള്ള വഴികൾ മൊത്തം എന്ന് പറയുന്നത് 15 അടി വീതിയുള്ള വഴികളാണ് ഇതിൻ്റെ എൻട്രൻസ് വരെ. ഇതിന് ചുറ്റുമതിലും കിണറും എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരു നല്ലൊരു വീടാണ് ചെയ്തിരിക്കുന്നത്. ഇത് 7 മാസം കൊണ്ട് പൂർത്തീകരിച്ചൊരു വീടാണ്. എത്ര സെന്റിലാണ് സാർ? ഇത് 7 സെന്റ് ഉണ്ട്. 7 സെന്റ് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയാണ് സെന്റ് കുറച്ചത്. ആൾക്കാർക്ക് കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ഇതിനോട് ചേർന്ന് സ്ഥലം കിടപ്പുണ്ട്, വേണേൽ അതും എടുക്കാം. പിന്നെ നമ്മൾ ലോൺ സൗകര്യം, ലോൺ എല്ലാം ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, SBI ഇതുമായിട്ടെല്ലാം ടൈപ്പ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കപ്പെടും. അവർ പറയുന്ന കാര്യങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ റെഡി ആക്കി കൊടുക്കാം. ഇത് 1650 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ സ്ലൈഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സൗകര്യത്തിന് വേണ്ടിയാണ് സ്ലൈഡിങ് കൊടുത്തിരിക്കുന്നത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നീക്കിയിടാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയാണ്. അതിനോട് കൂടി തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു റൂഫിങ് കാർ പോർച്ചാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടവർക്ക് സ്ഥലമുണ്ട്, അവിടെ ബാക്കിലോട്ട് വേണമെങ്കിൽ നീക്കാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ സിറ്റൗട്ടിൽ ബട്ടർഫ്ലൈ ടൈലാണ് വെച്ചിരിക്കുന്നത്. ടൈലാണ് സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് ഡോറ് ഇതെല്ലാം തേക്ക് തന്നെയാണ്. ഡോറ് മൊത്തം തേക്കയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ കിഴക്കോട്ട് ദർശനമായതുകൊണ്ട് സൂര്യപ്രകാശം കൂടുതൽ അടിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമ്മായി പോകും. അതുകൊണ്ടാണ് നമ്മളിത് പെയിന്റ് തന്നെ ആക്കിയത്. ഇങ്ങനത്തെ ഒരു കളർ കൊടുത്തത് ആളുകൾക്ക് ഇത് തേക്കാന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ കളർ കൊടുത്തത്? അത് തന്നെയല്ല, ഇത് നമ്മൾ വാങ്ങിച്ചതൊന്നുമല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മുടെ കാർപ്പന്റേഴ്സ് ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഈ ജനലൊക്കെ ജനലും എല്ലാം, ജനലിന്റെ പാളികള് ജനലെല്ലാം ടീക്കൂട്ട് തന്നെ കംപ്ലീറ്റ് വീടിന്റെ എല്ലാ മൊത്തം ടീക്കൂട്ടിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിന്റെ കമ്പി ഉണ്ടല്ലോ, ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ അതിന്റെ സൗകര്യം നമുക്കിനി പെയിന്റ് അടിക്കേണ്ട ആവശ്യം വരത്തില്ല. ലൈഫ് ലോങ്ങില് ഇത് തുരുമ്പ് പിടിക്കത്തില്ല, സ്ട്രോങ് ആയിട്ടാണ്. അത് സത്യം പറഞ്ഞാൽ അത് പെയിന്റിങ്ങിന് വലിയൊരു ലാഭമാണ്. ഇതിന്റെ പിന്നെ എല്ലാ തടി കൊണ്ടുള്ള മെറ്റീരിയൽസ് മൊത്തം ടീക്കാണ്. ഈ വീട് നമ്മുടെ 1650 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. ഇതാണ് ഈ വീടിന്റെ ലിവിംഗ് ഏരിയ. ഈ വീടാണ്. ഇതിന്റെ 2x4 ടൈലാണ്, കജാരിയുടെ ടൈൽസ് മൊത്തം ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിന് 2 സൈഡിലും 3 പള്ളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇത് തടി തേക്കിന്റെ കൊണ്ടാണ്, തേക്കാണ്. ഫ്രെയിം ഇത് കൊടുത്തിരിക്കുന്നത് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. കമ്പി മാത്രമല്ലേ, അഴികൾ. അപ്പൊ അത് വലിയ ലാഭമാണ്. പെയിന്റ് അടിക്കണ്ട. ഭയങ്കര ലാഭം. ഇനിയിപ്പോ ഇവർക്ക് വീട് വാങ്ങുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ വർക്ക് മാത്രം കട്ടറിടുവോ അങ്ങനെയുള്ള മാത്രം ചെയ്താൽ ഫർണിച്ചർ ഇനി ഇന്ത്യയിൽ മൊത്തം നമ്മൾ ചെയ്ത് തരണമെന്ന് പറയണോ അത് ചെയ്യാം. അതിന് എക്സ്ട്രാ പൈസ ഉണ്ടാവും. ഫർണിച്ചറായിട്ട് നേരെ വന്ന് താമസിച്ചാൽ മതി. പിന്നെ ഇതിന്റെ താഴെ ഒരു ബെഡ്റൂമാണ്. എത്ര ബെഡ്റൂം? ടോട്ടൽ 3 ബെഡ്റൂം, എല്ലാം അറ്റാച്ച്ഡ്. അത് ശരിയാണ്. ഇത് ഡോറൊക്കെ സാറേ, ഇത് ഡോർ എങ്ങനെയാ വന്നിരിക്കുന്നത്? തേക്കിന്റെ തന്നെ അല്ലേ? പിന്നെ കളറെല്ലാം ഒരുപോലെ ഇതാണ് നമ്മുടെ 2x4. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടെന്ന് അറിയാം?
ബെഡ്റൂം അല്ലേ? 14x10 സൈസിലുള്ള ബെഡ്റൂം വന്നേക്കും. ഇവിടെ 2 ഭാഗത്ത് ജനാലകൾ കൊടുത്തിട്ടുണ്ട്. 3 പാളിയുടെ ജനൽ ഒരു ഭാഗത്ത്. ഇതിന്റെ ഇലക്ട്രിക്കൽ പോയിന്റുകളൊക്കെ എങ്ങനെയാണ്? എല്ലാം ഉണ്ടല്ലേ? എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇത് ഫൈബറിന്റെ ഡോറല്ലേ വെച്ചേക്കുന്നത്? ഡോറല്ലേ വെച്ചേക്കുന്നത്? ഇതിനകത്ത് പിന്നെ എല്ലാ ഇലക്ട്രിക്കിന്റെ മൊത്തം ഇതുണ്ട്. ഹീറ്റർ വെക്കാനുള്ളത് എല്ലാ പോയിന്റുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 2x4 ടൈലാണ്. വലിയ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫിറ്റിംഗ്സും ബാത്റൂമിന്റെ എല്ലാ ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഷവർ ഉൾപ്പെടെയുള്ള എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളും അല്ലേ? ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഡൈനിങ് ഏരിയ. ഇതോടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലേ? താഴെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്. ഇതും ടൈല് എല്ലാം സെയിം തന്നെ ടൈല് കൊടുത്തേ. എവിടെ? ഇനിയിപ്പോ സ്റ്റെയർകേസിന്റെ താഴെ ഇവർക്ക് ഇനിയിപ്പോ ഇവിടെ സോളാറൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുക. ലൈൻ കൊടുത്തിരിക്കുക. സോളാറോ ഇൻവെർട്ടറൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് അല്ലേ? ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് കോമൺ ബാത്റൂമാണ്. കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം. ഡൈനിങ് ഏരിയയും ഇത് നേരെ സ്റ്റെയർകേസും താഴ്ഭാഗത്തായിട്ട് വരുന്നത്. ഇതിലെല്ലാം ഫിറ്റിംഗ്സുകളും കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഇവിടെ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെട്ടം കൊണ്ട് കിട്ടുകയും ചെയ്യും അല്ലേ? ഇനി നമ്മുടെ അടുക്കളയുടെ ഡോറോ ഇതെങ്ങനെയാ സാറേ? തേക്ക് തന്നെ. ഗ്ലാസ് ഡോർ സാധാരണ രീതിക്കനുസരിച്ച് കൊടുത്തേക്കും. ഇത് എത്ര സൈസ് വരുന്നുണ്ടാവും ഏകദേശം? എത്ര? 400 അപ്പൊ 14 അടി 12 അടി ഇതിന് വരും അല്ലേ? ഇത് നമ്മുടെ സ്മോക്കർ വെക്കാൻ വേണ്ടിയാ, വുഡ് വെക്കാൻ വേണ്ടിയുള്ളൂ, ചിമ്മിനി വെക്കാനുള്ളൂ. ചിമ്മിനി ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള 2 സൈഡിലാക്കി അതെല്ലാം മാറ്റി. പിന്നെ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ്. മൊത്തം ഗ്രാനൈറ്റ് ആണ്. അടി കോൺക്രീറ്റ് ചെയ്തിട്ട് ഗ്രാനൈറ്റ്. 2 ഭാഗത്ത് ജനാല സിംഗിൾ പാളിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ആ സൈഡിലും പോയിന്റ്. അവർക്ക് കുക്കിംഗ് എന്തെങ്കിലും കൊടുക്കണേ. ഇതിന്റെ ഫ്രിഡ്ജിലുള്ള സ്ഥലമാണ്. ഫ്രിഡ്ജിനുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇനിയിപ്പോ ഇതിന്റെ കബോർഡുകളൊന്നും ചെയ്തിട്ടില്ല നിലവില്. കബോർഡ് ചെയ്തില്ല. നമ്മള് കബോർഡ് ചെയ്യാത്തതിന്റെ കാര്യം നമ്മള് ചെയ്ത കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടു വരും. നമ്മൾ ചിലപ്പോ ഒരു വീട് പണിത് കൊടുക്കുവാണെങ്കിൽ അവരുടെ താല്പര്യം നമുക്കറിയാം. പക്ഷെ ഇത് പല ആളുകളല്ലേ വരുന്നത്. ഇപ്പൊ അവര് വന്ന് ചോദിക്കും, അവർക്ക് ആവശ്യമുള്ള നമ്മൾ ചെയ്തു കൊടുക്കാം. അപ്പൊ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ അവരുടെ ഇഷ്ടാനുസരണം ചെയ്യാനും സാധിക്കും. ഇത് 2x2 ടൈലുകൾ അല്ലേ? ടൈല് മൊത്തം കൊടുത്തേക്കും. ഗ്യാസ് വെക്കാനുള്ള സ്പേസ് ഒക്കെ അല്ല, ഗ്യാസ് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അല്ല, ഇലക്ട്രിക്കിന്റെ ആണെങ്കിൽ അതിന്റെ ഉണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ടോ? ഇതല്ലേ വർക്ക് ഏരിയ? അങ്ങനെ അതിനുള്ള സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതെന്താ ഇവിടെ ഒരു സ്പേസ് കൊടുത്തത്? വാഷിംഗ് മെഷീൻ. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി അപ്പൊ സൗകര്യമുണ്ട്. അടുക്കള നിൽക്കുന്നത് അതിനുള്ള പോയിന്റുകൾ ഈ ഭാഗത്ത് പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു 2 വളരെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് ഇതിന്റെ സ്പേസ് അല്ലെ? അത്യാവശ്യം സ്റ്റോറേജ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കബോർഡ് അടിക്കാൻ വേണ്ടിയുള്ള ഇത് ഇവിടെ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ടോപ്പില്. മൊത്തം ഗ്രാനൈറ്റ്. ശരി. പിന്നെ അതിനോട് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു മിറ്റമുണ്ട് ഇതിന് ബാക്കിൽ. ഇവിടെ 2 പാളിയുടെ ഇത് വാതിൽ കൊടുത്തിട്ടുണ്ട്. 2 പാളിയായിട്ട്. ഇനിയിപ്പോ പകുതി അടച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യത്തുള്ളൂ. ഇവിടെ മാത്രം അടച്ചിട്ടേ ഉള്ളൂ. അതന്നെ. ശരി, അങ്ങനെയുള്ളതാണ്. അങ്ങനെ കിടക്കും. പിന്നെ ഇതൊരു അതിന്റെ ബാക്ക് സൈഡാണ്. ഇത് ഇത്രയും സ്പേസ് സ്ഥലമുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഷീറ്റ് ഇടാവുന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഒരു വലിയൊരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ തുണി കഴുകണമെങ്കിൽ അവിടെ കല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലേ? അങ്ങനെയുള്ള സൗകര്യമുണ്ട്. എല്ലായിടത്തും ചുറ്റുമതിൽ ഇങ്ങനെ കെട്ടിയിട്ടില്ല. എത്ര ഭാഗമുണ്ട്? നല്ല വെള്ളമുണ്ട്. കിണറാണല്ലേ? അല്ല, ബോർവെല്ലും അല്ല, പൈപ്പ് വെള്ളമൊന്നുമല്ല. നല്ല കിണറാണ്, പറ്റാത്ത കിണറാണ്. അങ്ങോട്ടൊന്ന് പോ. ഇവിടെയാണ് കിണർ വന്നിട്ടുള്ളത്. ഏത് ഭാഗത്താ? നമ്മുടെ ഇത് അടുക്കളയുടെ ഭാഗത്ത് തന്നെ വരും കിണർ വന്നിട്ടുണ്ട്.
ആ ഇത് പറ്റാത്ത കളറാണ് കേട്ടോ. അതല്ലേ പറ്റത്തില്ല. അടിയിൽ ചീഞ്ചിയാണ്, വെള്ളം ചീഞ്ചിയാണ്. വെള്ളം പറ്റത്തേ ഇല്ല. അങ്ങനെയുള്ള. ഓ ശരി ശരി ശരി. അപ്പോൾ വെള്ള സൗകര്യത്തിന് ഒന്നും ഭയപ്പെടേണ്ട കാര്യം തന്നെ ഇല്ല. സൗകര്യമുണ്ട്. പിന്നെ വണ്ടി കയറാനുള്ള എല്ലാ ലോറി കയറാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. സൗകര്യം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ കാർ പാർക്കിങ്ങിന് തന്നെ അപ്പുറത്തെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൃഷിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൃഷി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണ് ഞാൻ അത്ര സ്ഥലം അവിടെ ഇട്ടിരിക്കുന്നത്. ഓ ശരി ശരി. ആ ഭാഗത്ത് എന്ന് വെച്ചാൽ വരുന്നവർക്ക് വേണ്ട കുഴിച്ച് വെക്കുമോ, ഒരു തക്കാളി കുഴിച്ച് വെക്കുമോ, മുളക് കുഴിച്ച് വെക്കുമോ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സൗകര്യത്തിന് വേണ്ടി അത്ര ഇട്ടിരിക്കുന്നത്. ആ ഭാഗത്ത് അത്ര സ്ഥലമൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ബാക്കിയുള്ള ഭാഗത്ത് ചിപ്സ് ഇങ്ങനെ നിലവിൽ വിരിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അത്യാവശ്യം ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ളതൊക്കെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളായിട്ട്. നമുക്ക് താഴെ ഒരു ബെഡ്റൂമാണ്, മൊത്തം 3 അല്ലേ. അപ്പോൾ 2 ബെഡ്റൂം മേളിലാണ്. നമുക്കിനി മേളിലോട്ട് പോയി അതുകൂടെ കാണാൻ വേണ്ടി. ഇപ്പോൾ ഇത് സ്റ്റെയർകേസ്, ഇതും വെട്ടിപ്പിൾ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടൈലാണ് കൊടുത്തിരിക്കുന്നത്, വെട്ടിപ്പിൾ ടൈൽ. ഇത് നമ്മൾ കയറി വരുമ്പോൾ ലാൻഡ് ഏരിയയാണ്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ 2 ഭാഗത്തൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിനും കവറിങ്ങും കൊടുത്തിട്ടുണ്ട് ജനലിൽ തന്നെ. ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. എരിച്ചിലൊന്നും അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊന്നും അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഒരു ഫുഡ് ലൈറ്റും കൊടുത്തു. രാത്രി ഇതിട്ട് കഴിഞ്ഞാൽ മൊത്തം വെട്ടം കിട്ടും. അപ്പൊ ഇത് മാത്രം ഇട്ടാൽ മതി നമുക്ക്. മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ഒരുവിധം നല്ല സ്ഥലം ഏരിയ ഉള്ളത്. നല്ല ഏരിയ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഓണങ്ങനായാലും ഒക്കെ ഇടാം. എല്ലാ സൗകര്യവും ഉണ്ട്. അല്ല ഇനി ഇവിടെ ഷീറ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ ടൈൽസ് ഒക്കെ ഇടാന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇത് പാർട്ടി ഹാളൊക്കെ ആക്കാൻ പറ്റും. അങ്ങനെ ആക്കാൻ പറ്റും. ഇനിയിപ്പോൾ അവർക്ക് ആണെങ്കിൽ റൂം തിരിക്കണമെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് റൂം തിരിക്കാൻ പറ്റുന്ന അനുസരിച്ചിട്ട് എല്ലാം അല്ലേ? റൂം തിരിക്കാൻ പക്കാട്ട് നല്ല അടിപൊളി റൂം തിരിക്കാൻ പറ്റും. വലിയ ഏരിയ ആണ് ഇവിടുത്തെ. ഓ ഇതാ നേരെ ആ മറ്റേ ബെഡ്റൂമിന്റെ ആ സൈഡായിട്ട് വരും അല്ലേ? ബെഡ്റൂമിന്റെ സൈഡായിട്ട് വരും. അതിലോട്ട് ചേർന്ന് നമ്മളൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടൊരു ബാൽക്കണിയാണ് അവിടെ ഇരിക്കുന്നത്. നല്ല വ്യൂ ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. പിന്നെ ഇതാണ് ബാൽക്കണി നമ്മുടെ അല്ലേ? ബാൽക്കണി ഇത് ഈ പ്രൊജക്ട് മൊത്തം നമ്മുടെ തന്നെയാണ്. നമ്മളത് ഫിനിഷ് ചെയ്ത് കൊടുത്ത വീടുകളായി കാണുന്ന മുമ്പിൽ കാണുന്ന വീടുകളൊക്കെ ഈ പ്ലോട്ട് എല്ലാം നമ്മുടെ തന്നെയാണ്. നമ്മുടെ തന്നെ. ഇപ്പൊ അടുത്ത പ്രൊജക്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളായി കിടക്കുന്നത്. ചെയ്ത് തുടങ്ങി അത് പിള്ളേർ അടിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? അപ്പുറത്തൊക്കെ പാടം ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല. വെള്ളം കയറുന്ന പേടിക്കാൻ വേണ്ട. വെള്ളം കയറി കണ്ടെത്തി വെള്ളം കയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോട്ടിലോട്ട് വെള്ളം കയറത്തില്ല. ഇല്ല ഒരിക്കലും. ഇതാണ് ഇതിന്റെ വഴി വന്നേക്കുന്നത് അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ നേരെ അങ്ങനെ ആ ഭാഗത്തേക്ക് മെയിൻ റോഡ് വരെ ഉണ്ട്. ഇതെല്ലാം 15 അടി 14 അടി വീതിയുള്ള ഇത് ഭാവിയിലേക്ക് ഇത് ഭാവി നമ്മൾ ഇത് പണി കഴിയുമ്പോഴത്തേനും നമ്മൾ ടാറിങ്ങോ അല്ലെങ്കിൽ ലോക്കിംഗ് ടൈലോ എന്തെങ്കിലും ഇടും. അതെ അല്ലേ? അതായത് കംപ്ലീറ്റ് ഈ പ്രൊജക്ട് വന്നു കഴിയും. ഈ പ്രൊജക്ടോടെ കഴിയുമ്പോൾ ഇതെല്ലാം ഭംഗിയാക്കും. നല്ല ഭംഗിയാക്കും. അവർക്ക് വണ്ടി കയറി ഇറങ്ങുന്നതൊക്കെ. അതെ അതെ. അതുകൊണ്ട് അതുവരെ അത് കഴിയുമ്പോൾ നല്ല രീതിയിൽ. ഇനി ഇതിന് അടുത്തൊരു നല്ലൊരു ബെഡ്റൂം ഉണ്ട് ഇവിടെ. 2 ബെഡ്റൂം അങ്ങനെ വരും അല്ലേ? അതിനും തേക്കിന്റെ ഇതാണ്. ഇതിന് നല്ലൊരു ജനലുണ്ട്. 3 ജനലുണ്ട്. 3 പാളിയുടെ ജനൽ. ഇത് എത്ര സൈസ് വരും ഈ റൂം? ഇത് 14x10 അല്ലേ? ഒരു ബെഡ്റൂമാണ്. പിന്നെ ഇതിന് ബാത്റൂം. ഇവിടെ വേണമെങ്കിൽ അവർക്ക് ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആകാൻ പറ്റുന്നത് അല്ലേ? ഓ ശരി ശരി. പിന്നെ വലിയൊരു വിശാലമായിട്ടുള്ളൊരു ബാത്റൂം. താഴത്തെ കഴിഞ്ഞ് വലിയ ഒരു ബാത്റൂം. വലിയ ബാത്റൂമാണ്. വെറ്റേറിയ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം പ്രത്യേകിച്ച് ടൈൽസ് എല്ലാം വെർട്ടിക്കൽ ടൈൽസ് 2x4 ആണ് കൊടുത്തിരിക്കുന്നത്. 2x4 മൊത്തം താഴെ മേളിലല്ല. ഓരോ ബാത്റൂമിന്റെ ടൈലിന് വ്യത്യാസമുണ്ട്. അതിന്റെ എല്ലാത്തിന്റെ ഡിസൈനും വ്യത്യാസമുണ്ട്, കളറിനും വ്യത്യാസമുണ്ട്. അതിനകത്ത് എല്ലാ ഹീറ്ററിന്റെ പോയിന്റ് എല്ലാ ചൂടുവെള്ളത്തിന്റെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന് 2 ജനലും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് എല്ലാ സിംഗിൾ പീസാണ്. മൊത്തം ബാത്റൂമിന്റേതും ക്ലോസറ്റ് സിംഗിൾ വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യം പോയിന്റുകളും വരുന്നുണ്ട് അല്ലേ? രണ്ടാമത്തെ ബെഡ്റൂം. പിന്നെ അത് കൂടാതെ തന്നെ നമുക്കിവിടെ പിള്ളേർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള സൗകര്യമാണെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റഡി ചെയ്യാനുള്ള കമ്പ്യൂട്ടർ ഇട്ട് ഉപയോഗിക്കുമോ മുറിക്കകത്ത് ബുദ്ധിമുട്ടുകൾ ഇവിടെ ചെയ്യാം. പഠിക്കുന്ന പിള്ളേർക്ക് ഇത് 3ാമത്തെ ബെഡ്റൂം. ഇത് സൈസ് ഒരുപോലത്തെ ആണോ? വലിപ്പമുണ്ട്. ശരി ശരി. 14. അവിടെ 2 പാളിയുടെ ജനലുണ്ട്. 3 പാളി ജനല്. പിന്നെ ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതിന്റെ ബാത്റൂം. ഇതിന് വേറൊരു കളർ ടെമ്പറേച്ചറുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്.
ഇതിനും ചൂടുവെള്ളത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ചൂടുവെള്ളത്തിലുണ്ട്, ഷവർ കാര്യങ്ങൾ, ഷവറെല്ലാം കൊടുത്തിട്ടുണ്ട്. വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് 2x2 ടൈൽ തന്നെയാണ്. ഈ ക്ലോസറ്റ് എല്ലാം എല്ലാത്തിനും ഒരുപോലത്തെയാ? എല്ലാം ഒരേ കമ്പനി, എല്ലാം 10 വർഷം ഗ്യാരണ്ടി ഉള്ളത്. 10 വർഷം? 10 വർഷം ഗ്യാരണ്ടി. ഇതേ ബ്രാൻഡ്? ഇത് നിയോലിന അല്ലേ? നിയോലിന. ഇതിന്റെ സ്പാർട്സ് വരെ മാറട്ടെ. നമുക്ക് അങ്ങനെ നമ്മുടെ കടക്കാൻ നമ്മുടെ നമ്പറുണ്ട്, നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്കാരെ എല്ലാം ചെയ്തു തരും. സർവീസ് നമ്മളെല്ലാം സർവീസ് എല്ലാം ചെയ്തു. അങ്ങനെ വരാറില്ല, ഇതിനെ കൊടുത്തിട്ടൊന്നും വന്നിട്ടില്ല. സാറേ, അപ്പോൾ ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഈ ലാൻഡ് നമുക്ക് 7 സെന്റ് ലാൻഡാണ്. 7 സെന്റിനകത്ത് 1650 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തേക്കിൻ്റെയാണ്. പിന്നെ പ്ലംബിംഗ് ഐറ്റം എല്ലാം ഗ്യാരണ്ടീഡ് സാധനങ്ങൾ, മെറ്റീരിയൽ എല്ലാം. ക്ലോസറ്റ് ആണെങ്കിലും 10 വർഷത്തെ ഗ്യാരണ്ടിയാണ്. അതടുത്ത് നമ്മളിത് വെളിയിൽ നിന്നല്ല എടുത്തിരിക്കുന്നത്, അടുത്ത് തന്നെ കടയിൽ നിന്ന് എടുത്തിരിക്കുന്നത്. നമുക്ക് എപ്പം വേണേലും ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നും. പിന്നെ നമ്മുടെ ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഹോസ്പിറ്റൽ, സ്കൂള്, കോളേജ്, അതുപോലെ തന്നെ ആരാധനാലയം തൊട്ടടുത്ത് തന്നെ എല്ലാ സൗകര്യമുണ്ട്. അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അടുത്ത സൂപ്പർ മാർക്കറ്റ് ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫ്രണ്ട് ടാറ്റ റോഡാണ്. ഇത് കരിലമുക്ക് ഓതറ റോഡാണ്. ഓതറ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അപ്പുറത്ത്. ഇനിയിപ്പോ നേരിട്ട് വന്ന് കാണുന്നവർക്ക് അതിന്റെ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ വില നിലവാരമൊക്കെ? ഞാൻ ഉദ്ദേശിക്കുന്നത് 52 ലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ വീട് മാത്രമല്ല, ഇതിന്റെ ചുറ്റുമതിലുണ്ട്, കിണറുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ 52 ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള ബിസിനസ് സ്വാഭാവികമായിട്ട്. പിന്നെ നമ്മളിതിന്റെ ലോൺ സൗകര്യം, ലോണിന്റെ എല്ലാ ഫെസിലിറ്റിയും നമ്മൾ റെഡിയാക്കി ചെയ്തു കൊടുക്കും. നാഷണൽ ബാങ്കുമായിട്ടും എല്ലാ ബാങ്കുമായിട്ടും നമ്മൾ ലോൺ റെഡിയാക്കി കൊടുക്കും. ഇവിടെ മെയിൻ റോഡിൽ കുമ്മനാട്ടിൽ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ ആറാട്ടുപുഴയിൽ നിന്ന് നമുക്ക് 3.5 കിലോമീറ്ററേ ഉള്ളൂ. മെയിൻ റോഡ് തന്നെയാണ്. പിന്നെ മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ കുമ്പനാടാണ്. കുമ്പനാടും ആറാട്ടുപുഴയുമാണ്. അത് രണ്ടിടത്തും നമുക്കൊരു 3.5 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ വരാൻ. ഒരു ഏക്കർ 30 സെന്റ് സ്ഥലമായത്. ഇതിനകത്ത് ഇപ്പം ഓൾറെഡി 5 വീടോളം ആയി. താമസിക്കുന്നവർ തന്നെ 4 വീട്ടുകാർ താമസിക്കുന്നു. ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുള്ള സ്ഥലം ലാൻഡായിട്ടാണെങ്കിലും വേണേൽ കൊടുക്കാം. ലാൻഡ് വേണേലും കൊടുക്കാം. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ളൊരു വീട് തന്നെയാണ്. വെള്ളം വഴിയെല്ലാം, വെള്ളത്തിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യം, കുഴൽക്കിണർ കാര്യങ്ങളൊന്നും അല്ല, കിണർ തന്നെയാണ്. വറ്റാത്ത വെള്ളമുള്ള സ്ഥലമാണ്. ഈ പ്രദേശത്തെല്ലാം നന്നായിട്ട് ജലലഭ്യത ഉള്ള പ്രദേശം തന്നെയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ട് സൗകര്യങ്ങളുള്ളൊരു വീടാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ, കോളേജ്, ആരാധനാലയങ്ങൾ എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി പിന്നെ പ്രധാന കാര്യം ഇവർ ലോൺ സൗകര്യം കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ, ഇതിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.